ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു. ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യോപദേശകൻ മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. വിസ വിതരണവും കോൺസുലാർ സേവനവും താത്കാലികമായി നിർത്തിയെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഢാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ബംഗ്ലാദേശ് വിളിച്ചുവരുത്തി. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് ഹൈക്കമ്മീഷൻ പരിസരം സാക്ഷ്യം വഹിച്ചത്. പോലീസ് സന്നാഹമുണ്ടായിരുന്നു, ബാരിക്കേഡുകൾ വെച്ച് തടയുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ഇതൊരു വലിയ വിഷയമായി മാറുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു. തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ് നിലവിലെ ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും ഒപ്പം തന്നെ കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും മുൻപിലാണ് പ്രതിഷേധമുണ്ടായിരുന്നത്. ഹിന്ദു സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഒപ്പം തന്നെ VHPയുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുവെന്നും അവർക്ക് സംരക്ഷണം ഒരുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലേക്ക് വരുമ്പോൾ ആ പ്രതിഷേധം അത് എത്രത്തോളം ഒരു വലിയ പ്രതിഷേധം അത് എത്രത്തോളം അതിൻ്റെ ഒരു ആഘാതമുണ്ട് എന്നൊക്കെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. നമ്മൾ വളരെ കൃത്യമായി തന്നെ അവിടെ എത്തുകയും നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ കണ്ടതാണ്. പോലീസ് വലിയ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹൈക്കമ്മീഷന് മുന്നിലേക്ക് ഈ പ്രതിഷേധക്കാർ എത്തുന്നതിനെ ഒക്കെ തന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡുകൾ മറികടന്നൊക്കെ വന്ന അത്തരത്തിലേക്കുള്ള പ്രതിഷേധവും ഒക്കെ ആയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ന് ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. തുടർന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുൻപിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും സുരക്ഷാ സേനയും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തുകയും നയതന്ത്രാലയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടാം തവണയാണ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളിലേക്ക് അടക്കമുള്ള ഒരു നിർദ്ദേശം ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹൈക്കമ്മീഷന് മുൻപിൽ നടന്ന സമാനമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഇന്ത്യ നൽകിയ പ്രസ്താവനകൾ ബംഗ്ലാദേശ് തള്ളുകയും വിഷയത്തെ ഇന്ത്യ വളരെ ലഘൂകരിക്കുകയാണ് എന്ന് വിമർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇന്നലെ ഈ ഹൈക്കമ്മീഷൻ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഡൽഹിയിലെ ഈ വിസ വിതരണവും ഒപ്പം തന്നെ ഈ കോൺസുലർ സേവനങ്ങളും ഒക്കെ നിർത്തിവെച്ചതായി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥർ തന്നെയാണ് അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നിലവിലെ സംഘർഷ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ഈ ബംഗ്ലാദേശിലെ എല്ലാ സ്ഥിതിഗതികളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലാണ് ഹിന്ദു സംഘടനകളുടെ വലിയ പ്രതിഷേധം ഇന്നുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.